നമുക്കറിയാം, കടലുകൾ എണ്ണമറ്റ ജീവികളുടെ വാസസ്ഥലമാണ്. അവയിൽ പലതും നമുക്കിന്നും അജ്ഞാതവുമാണ്. ഇത്തരത്തിലുള്ള അനേകം ജീവികളിൽ ഒന്നാണ് ഓർഫിഷ്. ലോകത്ത് എല്ലുള്ള മത്സ്യങ്ങളിൽ വെച്ച് ഏറ്റവും നീളമുള്ള മത്സ്യമാണ് ഓർഫിഷ്. അസാധാരണമായ രൂപഭാവവും മുൻപ് നടന്ന ചില നിർഭാഗ്യകരമായ സംഭവങ്ങളുമായുള്ള ബന്ധവും കാരണം ഓർഫിഷ് എന്ന കടൽ ജീവിയെ പലർക്കും താല്പര്യമുള്ള ഒരു അപൂർവ ജീവിയായാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോഴിതാ ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ ഈ കൗതുകകരമായ മത്സ്യത്തെ പിടികൂടിയ വാർത്തയാണ് പുറത്തു വന്നത്. உலகம் ஜோலி முடிஞ்சு பாத்துக்கோங்க மக்களே. റെഗാലെക്കസ് ഗ്ലസ്നെ എന്ന് ശാസ്ത്രീയ നാമമുള്ള ഓർഫിഷ് 30 അടി വരെ നീളം വെക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ്. റിബൺ പോലെയാണ് ഇതിൻ്റെ നീളമെന്നും പറയപ്പെടുന്നു. ആഴക്കടലിൽ സാധാരണയായി 200 മുതൽ 1000 മീറ്റർ വരെ ഉള്ളിലാണ് ഇവയെ കാണപ്പെടുന്നത്. അതായത് വളരെ അപൂർവമായി മാത്രമേ ഇത് ഉപരിതലത്തിലേക്ക് വരാറുള്ളൂ എന്ന് സാരം. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഉൾക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് പോലും ഓർഫിഷിനെ കാണാനോ വലയിൽ കുരുങ്ങുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഉപരിതലത്തിനോട് ചേർന്ന് ഓർഫിഷിനെ കണ്ടെത്തുന്നത് പോലും അത്യപൂർവമാണ്. ഇത്രയും ആഴത്തിൽ ജീവിക്കുന്നതിനാൽ മനുഷ്യരുമായി കണ്ടുമുട്ടാനോ ഇടപെടാനോ സാധ്യത വളരെ കുറവുള്ളതിനാലാണ് ഇവയെ ചുറ്റിപ്പറ്റി ഈ നിഗൂഢത ഉടലെടുത്തത്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു കാഴ്ച ആളുകളിൽ വലിയ കൗതുകമുണ്ടാക്കും. റിപ്പോർട്ടുകൾ അനുസരിച്ച് തമിഴ്നാടിൻ്റെ തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ അടുത്തിടെ ഈ അപൂർവ ജീവികളിൽ ഒന്നിനെ പിടികൂടിയിരുന്നു. അത്യപൂർവമായി കാണുന്ന മത്സ്യമായതുകൊണ്ടും വളരെ യാദൃശ്ചികമായി വലയിൽ കുരുങ്ങിയത് കൊണ്ടും മാത്രമാണ് ഈ മത്സ്യത്തെ കടലിൽ നിന്നും കിട്ടിയത്. എന്നാൽ ഈ മത്സ്യം സാധാരണ മത്സ്യങ്ങളെ പോലെയുള്ള ഒന്നല്ല. അതിന് പല കാരണങ്ങളാണ് പറയപ്പെടുന്നത്. സാധാരണയായി ഓർഫിഷിനെ ആരും കഴിക്കാറില്ല. എന്നിരുന്നാലും നോർവേയിലുള്ള ഒരാൾ ഓർഫിഷിനെ മുൻപ് എപ്പോഴോ ഭക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വളരെ മോശം രുചിയാണ് ഈ മത്സ്യത്തിനുള്ളത്. തൻ്റെ നായ പോലും അരുചി കാരണം ഈ മത്സ്യം കഴിച്ചില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വെള്ള നിറമുള്ള ഓളങ്ങൾ പോലെയുള്ള ശരീരവും തലയുടെ അടുത്തായി ഒരു പ്രത്യേക ചുവന്ന ചിറകുമാണ് ഈ മത്സ്യത്തിനുള്ളത്. ഈ രൂപവും മത്സ്യത്തിൻ്റെ വലുപ്പവും വലിയ ഊഹാപോഹങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അതിന് കാരണം ഡൂംസ്ഡേ ഫിഷ് എന്നുകൂടി അറിയപ്പെടുന്ന ഈ മത്സ്യത്തിൻ്റെ ഉപരിതലത്തിലെ സാന്നിധ്യം തന്നെയാണ്. പലപ്പോഴും ഊഹാപോഹങ്ങളുമായും കെട്ടുകഥകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഓർഫിഷിൻ്റെ ഉപരിതല സന്ദർശനം. തീരപ്രദേശങ്ങളിൽ ഓർഫിഷിൻ്റെ സാന്നിധ്യം വലിയ ദുരന്തം വരുന്നതിൻ്റെ സൂചനയാകാമെന്നാണ് ദീർഘകാലമായുള്ള ഒരു വിശ്വാസം. ജാപ്പനീസ് ഐതിഹ്യമനുസരിച്ച് ഓർഫിഷിനെ ഒരു വരാനിരിക്കുന്ന ഭൂകമ്പ സൂചനയായാണ് കണക്കാക്കുന്നത്. ആഴക്കടലിൽ സാധാരണയായി കാണുന്ന ഈ മത്സ്യം വെള്ളത്തിനടിയിലെ ചെറിയ അനക്കങ്ങളും മാറ്റങ്ങളും അനുഭവപ്പെടുന്നത് കാരണം അസ്വസ്ഥമാകുമ്പോഴാണ് ഉപരിതലത്തിലേക്ക് നീന്തി വരുന്നതെന്നും വിശദീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഓർഫിഷ് പ്രത്യക്ഷപ്പെടുന്നത് വലുതും വിനാശകരവുമായ ഒരു ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പായി ജാപ്പനീസ് കണക്കാക്കുന്നു. ഇനി മുൻപ് ഡൂംസ്ഡേ ഫിഷിനെ കണ്ടത് എപ്പോഴാണെന്ന് പരിശോധിച്ചാൽ ആദ്യം പറഞ്ഞതിന് സമാനമായി ഓർഫിഷിന് വലിയ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിന് ചില കാരണങ്ങളും പറയപ്പെടുന്നുണ്ട്. 2011 ജപ്പാനിലെ ഭൂകമ്പത്തിനും സുനാമിക്കും മുൻപാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു സംഭവം നടന്നത്. ദുരന്തമുണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജപ്പാൻ തീരങ്ങളിൽ ഓർഫിഷുകൾ അടിഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇത് ഈ മത്സ്യത്തിന് ഭൂകമ്പം തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്നുള്ള ജനപ്രിയമായ ഒരു വിശ്വാസത്തിന് കാരണമായി. മറ്റു ചിലയിടങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ഈ മത്സ്യത്തെ കാണുന്നത് ഒരു ദുശ്ശകുനമായി വ്യാഖ്യാനിക്കപ്പെട്ടു.
മെക്സിക്കോയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് ഓർഫിഷിനെ തീരത്ത് കണ്ടെത്തിയിരുന്നതായും പറയപ്പെടുന്നുണ്ട്. മത്സ്യവും ദുരന്തങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന ഈ വിശ്വാസമാണ് അതിന് ഡൂംസ്ഡേ ഫിഷ് എന്ന വിളിപ്പേര് നേടിക്കൊടുത്തത്. ദുരന്തങ്ങൾ വരുന്നതിന് മുൻപ് മുന്നറിയിപ്പുമായി വരുന്ന ഓർഫിഷിനെ മെസഞ്ചർ ഓഫ് ദി സീ ഗോഡ് എന്നാണ് ജപ്പാൻകാർ വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ ശാസ്ത്രീയമായ വശം പരിശോധിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഓർഫിഷിന് ഭൂകമ്പങ്ങളോ മറ്റു ദുരന്തങ്ങളോ പ്രവചിക്കാൻ കഴിയുമെന്നതിന് ശാസ്ത്രീയമായ യാതൊരു തെളിവുമില്ല. എന്നാൽ ഈ ആശയം ഇപ്പോഴും ആളുകളിൽ കൂടുതൽ കൗതുകമുണ്ടാക്കുന്നതാണ്. ഓർഫിഷുകൾ ഉപരിതലത്തിലേക്ക് വരുന്നത് പരിസ്ഥിതിയിലെ മാറ്റങ്ങളോ അവയുടെ ആഴക്കടൽ ആവാസ വ്യവസ്ഥയിലെ അസ്വസ്ഥതകളോ കാരണമാകാമെന്നാണ് മറൈൻ ബയോളജിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നത്. അല്ലാതെ ഇതൊരു തരം മുന്നറിയിപ്പ് സൂചനയായിട്ട് ആരും വ്യാഖ്യാനിക്കുന്നുമില്ല. ജാപ്പനീസ് ഐതിഹ്യങ്ങളിൽ റൂഗോനോ സുക്കായി എന്നാണ് ഈ മീൻ അറിയപ്പെടുന്നത്. സീ ഡ്രാഗണിന്റെ കൊട്ടാരത്തിൽ നിന്നുള്ള ദൂതൻ എന്നാണ് ഇതിന്റെ അർത്ഥം. 2011 ജപ്പാനിൽ വിവിധ ഭൂചലനങ്ങളും സുനാമികളും സംഭവിച്ച വേളയിൽ ഈ ഐതിഹ്യത്തിന് വീണ്ടും ചൂടുപിടിച്ചു. ഓർഫിഷുമായി ബന്ധപ്പെട്ടുള്ള ഈ കഥയ്ക്ക് ശാസ്ത്രീയ വിശദീകരണങ്ങളൊന്നും ഇല്ല. എന്നാൽ ഭൂചലനം, സുനാമി തുടങ്ങിയ ദുരന്തങ്ങൾ പ്രവചിക്കാൻ മൃഗങ്ങൾക്ക് കഴിവുണ്ടെന്ന വിശ്വാസം പണ്ടേയുണ്ട്. 373 BC-യിൽ ഗ്രീക്ക് ചരിത്രകാരനായ സൂസിഡൈഡ്സ് ഇതേപ്പറ്റി എഴുതി. ഹെലിസ് എന്ന മേഖലയിൽ ഭൂചലനം നടക്കുന്നതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന നായ്ക്കളും എലികളും പാമ്പുകളും ഒക്കെ സ്ഥലം ഒഴിഞ്ഞെന്നായിരുന്നു ഇത്. ഓർഫിഷ് വളരെ അപൂർവമാണെങ്കിലും ഇവയെ കാണാറുണ്ട്. ഇവയ്ക്ക് ഭൂചലനങ്ങൾ മുൻകൂട്ടി അറിയാനാകുമോ എന്നത് സംബന്ധിച്ച് ശാസ്ത്രജ്ഞർ ഒരു പഠനം നടത്തിയിരുന്നു. പഠന കാലയളവിൽ 336 തവണയാണ് അവർ ഓർഫിഷിനെ കണ്ടത്. ഇതേ കാലയളവിൽ 221 തവണയാണ് ഭൂചലനങ്ങൾ നടന്നതും. എന്നാൽ ഓർഫിഷിനെ കണ്ടതിന് പുറമേ ഭൂചലനം നടന്നത് ഒരേ ഒരു തവണ മാത്രമാണെന്ന് ഗവേഷകർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കഥകളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് സംശയിക്കുന്ന വേളയിലാണ് തമിഴ്നാട്ടിൽ സമീപകാലത്ത് ഓർഫിഷ് മത്സ്യത്തിന്റെ സാന്നിധ്യം വീണ്ടും കണ്ടത്. ഇതോടെ ഭയപ്പെടുത്തുന്ന ദുരന്തങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത് ആളുകളുടെ ഇടയിൽ വീണ്ടും ഭയമുണ്ടാകാനും കാരണമായി. ഇതുമൂലം ഓർഫിഷിന് വിനാശകരമായ സംഭവങ്ങളുമായി ദുരൂഹമായ ഒരു ബന്ധമുണ്ടോ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്.